വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ്? ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പശ്ചിമയിൽ പോകുവാണ്. അതിന് വേണ്ടി ഒരുക്കിയതാണ്. അതെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പാർശ്വന കടവിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായി തോന്നുന്നു അങ്ങോട്ട് പോയിട്ട്. ഒരു സാധാരണ ഒരു കണ്ണൂർക്കാരൻ എന്ന നിലയിൽ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോകുന്നതാണ്. എല്ലാവരും അങ്ങനെയാണെന്നില്ല, ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷം പോകേണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. മുത്തപ്പനെ കാണണം, എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം പോയിട്ട് പ്രാർത്ഥിച്ചാലും മാറുന്നതാണ് ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം അത്ര തന്നെ. അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴയുണ്ട്, അടിപൊളിയായിരുന്നേ യാത്രയൊക്കെ. ഞങ്ങൾക്കൊക്കെ കത്തിച്ചൊരു 20-24 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ളത്. ഹൈവേ വഴി പോയാൽ എന്തായാലും പണി കിട്ടി പറയാം. കാരണം പണി നടക്കുന്നുണ്ട് തന്നെ. സർവീസ് റോഡൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്. പിന്നെ ഏതെങ്കിലും ബസ്സിന് മുമ്പിൽ കുടുങ്ങി അറിയാലോ അവസ്ഥ. അതിൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കണം. കളിയാക്കി പറഞ്ഞല്ലേ, റിയാലിറ്റി എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സുഖം വാരങ്കട വഴി അങ്ങ് മുല്ലപ്പടി പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങ് എത്താം. ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. നല്ല രസമായിരുന്നേ ട്രാവലിങ്. കാരണം എപ്പോഴും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ വണ്ടിയിലൊക്കെ ഉള്ളപ്പാണ്, അല്ലെങ്കിൽ എല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ എന്താണല്ല, യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ പറശ്ശിനി എത്തി. നല്ല വ്യൂ ആയിരുന്നേ. ആ ഒരു സന്ധ്യാസമയം, മഴ, കാർമേഘം, ഒന്നും പറയണ്ട. അന്നും അതെ ഇന്നും അതെ, എനിക്ക് ഈ വളവ്, ഈ കുന്നടക്കം ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് വണ്ടിയുടെ മുമ്പിൽ തന്നെ ഇരുന്നിട്ട് പോകണം. പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നേ വണ്ടി ഇപ്പം മറന്നു പോകുന്നൊക്കെ. എനിക്കെന്നല്ല, പൊതുവെ എല്ലാവർക്കും ഉള്ള ചെറുപ്പത്തിലുള്ള പേടി തന്നെയാണത്. അത് എന്താ പറയുക, ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞേ, വണ്ടീൻ്റെ മുമ്പ് തന്നെ ഇരുന്നിട്ട് പോകണേ, അതാണ് ഭയങ്കര രസം കേട്ടോ. നല്ല രസമായിരുന്നു മഴയത്തൊക്കെ ഇങ്ങനെ, ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായി. കൊട്ടിയൂര തിരക്കതിനോണ്ട് തന്നെ കുറച്ച് സമാധാനമായിരുന്നേ. കാരണം വണ്ടിയൊക്കെ എടുത്ത് മനസ്സമാനത്തോടെ നമുക്ക് താഴേക്ക് വരാം. ആ സമയം ഭയങ്കര റഷായിരുന്നു. വണ്ടി പോലും എനിക്ക് പാർക്കിങ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് വന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്കിങ്ങിലെത്തി, വണ്ടി വെച്ചു. വണ്ടി വെച്ചത് മുതൽ തുടങ്ങിയാണ് ഈ ഊട്ടി. എനിക്കിപ്പം ചന്ത വേണം. ചന്ത, നമ്മളിവിടെ കണ്ണൂർ ചന്താന്ന് വെച്ചാൽ കളിപ്പാട്ടാണ്. അപ്പോൾ ചന്ത വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയിലായി ഈ ഊട്ടി. ആദ്യം ചന്ത വാങ്ങിയിട്ട് മുത്തപ്പനെ കണ്ടാവുന്ന ഈ ഊട്ടി വിടുവോ. അങ്ങനെ ഈ ഊട്ടിൻ്റെ അച്ഛൻ കയ്യും പിടിച്ചങ്ങനെ നടക്കലായി. എങ്ങനെയെങ്കിലും മുത്തപ്പനെ അങ്ങനെ പ്രാർത്ഥിച്ച് ചന്ത വാങ്ങിയിട്ട് വീട്ടിൽ പോകണം. ആ ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ ഊട്ടി. അങ്ങനെ നടത്തം ശരിയാവില്ല എന്നുള്ളപ്പോൾ ഈ ഊട്ടീനെ അച്ഛനെ എടുത്തു. കാരണം അതേ സേഫ് ആവും, ഇല്ലെങ്കിൽ എല്ലാ ഷോപ്പിലേക്കും ഓള് കയറി. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പറ്റിയിട്ടാ. ഒരു സന്ധ്യാസമയം തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ തെളിച്ചു. ഭയങ്കര ഒരു രസം, കളർഫുള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ഊട്ടീൻ്റെ ശ്രദ്ധ ഇപ്പോഴും ചന്തയിൽ തന്നെ കേട്ടാ, അതിലൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെ മുത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. എനിക്ക് മുത്തപ്പൻ എങ്ങനെ ആരോഗ്യിക്കുന്നുണ്ടെന്ന് തോന്നുന്നറിയില്ല. ഇവിടെ എത്തുമ്പോൾ ഭയങ്കര സമാധാനം ലൈഫിൽ. വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, സങ്കടമൊക്കെ. മുത്തപ്പൻ നമ്മളെ കൈവിടില്ലാന്നല്ലേ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമല്ലേ മുത്തപ്പൻ. ഭാഗ്യം കേട്ടാ, മുത്തപ്പനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തുമ്പോൾ മുത്തപ്പൻ കൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു കാണാൻ പറ്റാത്തതിൻ്റെ. എന്നുവെച്ചാൽ അവരെ ഇവിടുന്ന് കണ്ടാലും ഒരു ഇത് കിട്ടില്ലെങ്കിലും പറശ്ശിനിയിൽ പോയിട്ട് മുത്തപ്പ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കാലൊക്കെ കൈ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഒരു കാഴ്ച കണ്ടത്. ഒരു ചെറിയ പട്ടിക്കുട്ടി, അതിൻ്റെ അമ്മയും ഇങ്ങനെ വെള്ളത്തിൽ എന്തൊക്കെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു. മുത്തപ്പൻ്റെ സ്വന്തം ആളല്ലേ, അപ്പോൾ അവർക്ക് അവിടെ എല്ലാ ഫ്രീഡും ഉണ്ട്. ആരും അങ്ങോട്ടൊന്നും ചെയ്യൂല, ആരും അതിനൊന്നും ചെയ്യൂല.
അങ്ങനെ ഉള്ളിൽ കയറി. അന്ന് എന്താ അറിയില്ല, ഒരുപാട് കാലത്തിന് ശേഷമാണ് മുത്തപ്പൻ അവിടെ നിന്നിട്ട് കഴിയുന്നത് വരെ നിന്നത്. സാധാരണ പെട്ടെന്ന് ഇറങ്ങലാണ്. എന്തോ ഒരുപാട് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയെന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ചായ കിട്ടിയില്ല കേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പയറ് മാത്രമേ കിട്ടുള്ളൂ. അതന്നെ ഭാഗ്യം, ഞങ്ങൾ ഇരുന്നപ്പോഴേക്ക് തന്നെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ സിസ്റ്റമൊക്കെ മാറി കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടു തരുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് തരുന്നതാണ്, അവിടെ പോയിട്ട് വാങ്ങേണ്ടിയിരുന്നായിരുന്നു. നോർമലി ഞങ്ങൾ കഴിച്ചാലും വീട്ടിലേക്കൊരു ചെറിയൊരു എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതുപോലും കിട്ടിയില്ല. പക്ഷേ ഭയങ്കര രസമാണ് അതിങ്ങനെ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഇവൂട്ടീൻ്റെ നമ്പർ എത്തി. എന്താണ്? ചന്ത വാങ്ങൽ. അതെ, അടുത്തതായി ചന്ത വാങ്ങൽ ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവൂട്ടി ഓരോ ഷോപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. അമ്മേ എനിക്ക് ഇത് വേണം അത് വേണം. സത്യം പറഞ്ഞാൽ ഇവൂട്ടീൻ്റെ കളക്ഷൻ ഇല്ലാത്ത ചന്ത ഇല്ലയെന്ന് വേണം പറയാം. എല്ലാതരം കളിപ്പാട്ടങ്ങളും ഇവൂട്ടിൻ്റെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ പോലും എവിടെ പോയാലും ഇവൂട്ടിക്ക് ഈ ഒരു ഐറ്റംസ് ഇല്ലാണ്ട് പറ്റില്ല. ഇവൂട്ടിന്നല്ല, ലോകത്തിലെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അടുത്തോ. അങ്ങനെ ഒരു നല്ല സ്ട്രൈറ്റ് വാങ്ങിട്ടോ, എന്തോ മാജിക് സ്ട്രൈറ്റാണ്. ഇതൊക്കെ ഇവള് കണ്ടുപിടിക്കുന്നത് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണേ. ഏതൊരു ചാനലുണ്ട്, അതൊക്കെ കണ്ടിട്ടാണ് പുതിയ അപ്ഡേഷനായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇവൾ വാങ്ങുന്നത്. ഞങ്ങൾ പോലും ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അല്ല, ഇവിടെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന സംഭവിക്കണം കേട്ടോ. ഭയങ്കര അപ്ഡേഷനാണ് ഈ കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഈ ബോട്ടിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പൊരി വേണം, അതാണല്ലോ മെയിൻ ചടങ്ങാത്തെ. പറശ്ശിനിക്കടവിൽ പോയാൽ പൊരിയില്ലാണ്ട് വരുത്തി ഒരു മാറ്റിയില്ലല്ലോ. പിന്നെ സ്റ്റഡ് കാര്യങ്ങളൊക്കെ നോക്കി കേട്ടാ, ഏതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറേ സമയം ചിലവഴിച്ചു. പിന്നെ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് നടന്നു. പോകുമ്പോൾ ഒരു കവർ പൊളിച്ച് തിന്നില്ലെങ്കിൽ അതിലൊരു രസമില്ലല്ലോ. അങ്ങനെ ഞാനൊരു പോപ്കോൺ എടുത്ത് കയ്യിൽ വെച്ചു. കാറിൽ നിന്നാലോ. ഞങ്ങളെ വണ്ടി എടുത്തു. അങ്ങനെ അവിടെ ഞങ്ങൾ യാത്ര തിരിച്ചു. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ഇട്ടെന്ന് വെച്ചാൽ പറശ്ശിനിക്കടവിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകുന്നായിരുന്നു. പക്ഷേ ആ പ്ലാന് ചെറിയൊരു മാറ്റം വന്നു. വേറെ ഒന്നല്ല, കണ്ണൂരിൽ ഈ അടുത്തായിട്ട് തുടങ്ങിയ ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കാനായി ഒരു പക്ഷം. എന്നാൽ പിന്നെ അങ്ങനെയായിട്ടെന്ന് ഞാനും. ഓക്കെ, എന്തായാലും കണ്ണൂർ പോകുന്നതല്ലേ, കുറേ ഫാമിലിയെല്ലാം ആയിട്ടൊന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ തീർപ്പാക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കണ്ണൂരെത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ അറിയുന്നത് ആ നഗ്നമായ സത്യം. ഒടുക്കത്തെ തിരക്കാട്ടാ. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക്. ഭാഗ്യത്തിന് അവർക്ക് പാർക്കിങ്ങെല്ലാം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. സ്ഥലം നമ്മളെ സൗദി ഷവായട്ടാ. ഇവിടെ ഭയങ്കര എന്താ പറയുക, പേര് കേട്ട മന്തി ഉണ്ടെന്ന് പറയുന്ന കേൾക്കണം. എന്നാലും അന്ന് കഴിച്ചാലാണ് എൻ്റെ മനസ്സും പറയുന്നത്. ഈ തരുന്ന ഹോപ്പിനുള്ള സാധനം ഉണ്ടോയെന്ന് ഒന്ന് കഴിച്ചിട്ട് പറയാം. ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ടോട്ടൽ 7 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പേരൊക്കെ കൊടുത്തു. അപ്പോൾ ഓരോരോ പറച്ചിലിങ്ങനെ പറഞ്ഞു. ഒരു 1.5 മണിക്കൂറാവും കേട്ടാ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട്. 1.5 മണിക്കൂറാ. എന്തായാലും കഴിക്കണമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ വിശപ്പ് ഇങ്ങനെ പിടിച്ചേക്കാം. നല്ലോണം വിശന്ന നല്ലോണം തിന്നാന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ വഴിക്ക് പോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കലേ. അയ്യോ സമയം പോകുന്നില്ലേ. ഞങ്ങളങ്ങനെ ആടിയിരുന്ന് ഒരാൾക്കാരെ നോക്കി സമയങ്ങളിൽ എനിക്കിടക്ക് എന്താ പറയുക, ബോറടിച്ചിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോയിരുന്നേ. ഭയങ്കര ചൂട് തന്നെ അതിൻ്റെ ഉള്ളിൽ, എന്താ അറിയില്ല. അങ്ങനെ 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. പക്ഷേ അധികം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം അധികം കുടിച്ചു കഴിഞ്ഞാൽ വയറിലെ സ്ഥലം പോവും, ഫുഡ് കഴിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ നമ്പർ എത്തി. കിട്ടി. ഈ ഊട്ടിക്ക് വാശി കയറിയില്ലേ. എവിടെ പോയാലും ഫുഡ് കഴിക്കുമ്പോൾ കയ്യിൽ ഫോൺ വേണം. അത് നിർബന്ധ. അത് ഈ ഊട്ടിന്നല്ല, ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ ഉള്ള കുറേ കുട്ടികൾ അങ്ങനെ തന്നെയാണ്. പത്ത് കാര്യമില്ല, വലുതാകുമ്പോൾ ശരിയായിരിക്കും. ഈ കാത്തിരിപ്പിൻ്റെ സുഖം അത് വേറെ തന്നെയാണ്. ആരൊക്കെ എവിടേക്ക് പറഞ്ഞു നിർത്തുന്നത് സത്യം ഒന്നും എനിക്കറിയില്ല. എന്നാലും നല്ല വിശപ്പുണ്ട് കേട്ടോ, സത്യം പറയാലോ.
അപ്പോൾ ഇനി ഗ്ലാസ് എത്തി, പക്ഷേ വെള്ളമില്ല. ഈ ബൂട്ടിയൊന്നും അറിയുന്നില്ല, അവളെ ഫോണിലാട്ടാ. ആ നമ്മൾ പ്ലേറ്റ് വന്ന കേട്ടാ. അപ്പം ഇനി മേം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏട്ടൻ മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഭയങ്കര ഹൈപ്പാണ് തന്നത്. തന്ന ഹൈപ്പിനുള്ള ഫുഡ് അല്ല ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റിലും കൂടിയാണ് ഞാൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ഐറ്റം വന്നട്ടാ. അതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. മയോണീസ് ഒരു പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു വശത്ത് തട്ടുക. നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ മയോണീസ്. തിക്നെസ് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഐറ്റം ഇതാണ് സൗദി ഷവായ വിത്ത് മന്തി റൈസ്. സത്യം പറയാലോ, ഏട്ടൻ പറഞ്ഞുള്ള ഹൈപ്പിനുള്ള സാധനം ഉണ്ട് കേട്ടോ. ഞാൻ കുറ്റം നല്ലത് പറയുന്നതല്ല, കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വേറെ തന്നെ ഒരു ഫ്ലേവറാണ് റൈസ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം കഴിക്കാൻ പറ്റി. റൈസൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നേ. അങ്ങനെ അവിടുത്തെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്കാണ്. അങ്ങനെ ഇന്നത്തെ ഫുള്ള് ക്ഷീണമുണ്ട്. അതൊക്കെ ഒന്ന് ഉറങ്ങി തീർക്കണം. എന്നുവെച്ചാൽ ഓൾറെഡി ഞാൻ വർക്കിനൊക്കെ പോയിട്ടാണ് വൈകുന്നേരം വന്നിട്ട് പറശ്ശിനി പോയത്. അപ്പോൾ പോവുക, ഒന്ന് കുളിക്കുക, സമാധിയാവുക, അതാണ് മെയിൻ ലക്ഷ്യം. അങ്ങനെ നമ്മളെ വീടെത്താനായിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഫൈൻ വന്നോ?